ഹലോ ആതിരെ, ഇനിയും നിനക്ക് എന്താ സംശയം? എന്തായാലും എനിക്കൊന്നും കേൾക്കണ്ട. നീ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചേക്ക്. അവൻ പറഞ്ഞാൽ നീയും കേട്ടതല്ലേ, നിന്നെ പൊന്നുപോലെ നോയിക്കൊള്ളാന്ന്. ഒരാണിന്റെ ആ വാക്കുകളിലുണ്ട് ഒരു പെണ്ണിന്റെ മുഴുവൻ സുരക്ഷയും. അവന് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. ഈ വിവാഹത്തിന് ശേഷം നീ വേണം അത് മാറ്റിയെടുക്കാൻ. നിനക്കറിയാലോ, അച്ഛനും അനൂപേണ്ണും ഒക്കെ വലിയ ആഗ്രഹമായിട്ടിരിക്കുക. നമ്മൾ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? അങ്ങനെ വിഷമിപ്പിച്ചിട്ട് എവിടെയാണെന്നറിയാത്ത സന്ദീപിന് വേണ്ടി ഇനി എത്ര കാലം നീ കാത്തിരിക്കും? അവന്തിയെടുത്ത് പറഞ്ഞത് ശരിയായിരിക്കും. അനഘയും കൊണ്ട് സന്ദീപ് പോയതായിരിക്കും. അങ്ങനെ അല്ലെങ്കിലും ഇനി സന്ദീപുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. ഇനി നീ ഒന്നും പറയണ്ട. അജയന് നീയുമായിട്ടുള്ള വിവാഹം ഞാൻ തീരുമാനിച്ചു, അത്ര തന്നെ. അവള് മൊത്തത്തിലൊന്ന് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. ഒരാൾക്ക് പകരം മറ്റൊരാളെ പെട്ടെന്ന് സ്നേഹിച്ചു തുടങ്ങാന്നൊക്കെ പറഞ്ഞ മനുഷ്യരല്ലേ? അതൊന്നും എടുത്ത് കാര്യമാക്കി എടുക്കണ്ട. ഇതെല്ലാം പൊളിച്ചടുക്കി കയ്യിൽ തരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, ഇത് മൊത്തത്തില് അടിപൊളിയാക്കാൻ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം ഇത്ര എത്തിയ സ്ഥിതിക്ക് ഇനി ആതിരയുടെ അടുത്ത് പോയുള്ള ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. അവൾ എന്നോട് പറഞ്ഞത് ഏട്ടത്തി അവളോട് എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചെന്ന്. ഇത് കാണുമ്പോ ആരുടെ മനസ്സൊന്നും ഉറങ്ങും. കണ്ടില്ലേ, ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിന് മരണം വിധിച്ച പോലെ ഒരു തെറ്റും ചെയ്യാത്ത സന്ദീപിനും കഷ്ടം. അതിനി എന്തായാലും എനിക്കറിയണ്ട. ഇതോടെ എല്ലാം തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ. ഈ വിവാഹത്തിന് വൃന്ദാവനം വീട്ടിലെ ആരും തടസ്സം പറയില്ല, ഞാനും പറയില്ല. എന്താ പോരെ? എടുത്ത് വീട്ടിലേക്കല്ലേ? ഞാനും അങ്ങോട്ടാ. എന്നെ കൂടി കൊണ്ടുപോണേ. വാ പോം. ഇവൾക്കിതെന്തു പറ്റി? ഇനി നന്നായതാണോ അതോ വട്ടുവല്ലതും ആയതാണോ? സന്ദീപിനെ കാണാതായിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവരെയും യാതൊരു വിവരം കിട്ടിയില്ലല്ലോ. സന്ദീപിനെ മാത്രമല്ലല്ലോ സച്ചേട്ടാ ഈ വീട്ടിൽ നിന്ന് കാണാതായിരിക്കുന്നേ, അനഘയും കൂടിയല്ലേ? അതാ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്തിന് സച്ചേട്ടൻ എന്തിനാ അതോർത്ത് ടെൻഷൻ ആവുന്നേ?
അനഘയെ കാണാതായതിൽ നമുക്കൊക്കെ ടെൻഷനുള്ളൂ. ടെൻഷൻ ആകേണ്ടതും വിഷമിക്കേണ്ടതുമായ ഒരാൾ താഴെ പാട്ടും പാടി നടപ്പുണ്ട്. സംശയിക്കേണ്ട, അവധിയെടുത്തിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. സന്ദീപും അനഘ എവിടെയുണ്ടെന്ന് ഏട്ടത്തിക്ക് അറിയായിരിക്കും. താനെന്താടോ അങ്ങനെ പറയുന്നേ? അവരെ ഏട്ടത്തി മാറ്റി നിർത്തിയിരിക്കുകയാണെന്നല്ലേ താൻ പറയുന്നേ? അതെ. എന്തിന്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണ്ടേ? അല്ലാതെ എങ്ങനെ അത് ഉറപ്പിക്കാൻ പറ്റും? ഈ വീട്ടില് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അച്ഛനാ. അച്ഛന്റെ മനസ്സിലിപ്പോ എന്താ? സന്ദീപ് അനഘയെ സ്നേഹിച്ചു, നാട് വിട്ടു. അച്ഛന്റെ ആ തെറ്റിദ്ധാരണ തന്നെയാ സച്ചേന് കിട്ടേണ്ട ഉത്തരവും. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊക്കെ എത്ര ദിവസം? എന്നായാലും എല്ലാവരും അറിയില്ലേ? അപ്പോ സത്യം പുറത്തു വരും. താൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഏട്ടത്തിക്ക് ഈ സംഭവം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാ വാസ്തവം. അതെ സച്ചേട്ടാ, ഒരാളെ പിടിച്ചു വെച്ചാ, പ്രത്യേകിച്ചും സന്ദീപിനെ പോലെ ഒരാളെ പിടിച്ചു വെച്ചാ അവൻ അനഘയോട് ഇഷ്ടം തോന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, സന്ദീപും അനഘയും തിരിച്ചു വരുന്നതിന് മുമ്പ് ആതിരയുടെ അജയന്റെ വിവാഹം ഉറപ്പിക്കും. അതിലൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ നമ്മള് സന്ദീപിനെ കാത്തിരുന്നേ പറ്റൂ. അതിന് ആതിര സമ്മതിക്കണ്ടേ? ഇപ്പൊ അവള് വല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിര അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും. എടോ, താൻ ആതിരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ആതിരയുടെ ഈ തീരുമാനം മണ്ടത്തരമാണെന്ന് പറ. ഞാൻ പറഞ്ഞിട്ടാ ആതിര ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അർച്ചന, താൻ എന്തൊക്കെയാ പറയുന്നേ? താനെന്തിനാ അങ്ങനെ ചെയ്തേ? ആതിരയുടെ അജയന്റെ വിവാഹമായിട്ട് മുന്നോട്ട് പോയാലേ സന്ദീപിനും അനഘയ്ക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഏട്ടത്തെയാണ് ചെയ്തതെന്നുള്ള തന്റെ സംശയത്തിൽ നിന്നാ താൻ ഇതൊക്കെ ചെയ്യുന്നേ. നാളെ ഒരു സമയം അങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ തന്റെ വീട്ടുകാരെ ഇതിൽ നിന്ന് പറഞ്ഞു മാറ്റാൻ കഴിയാതെ വരും. പറഞ്ഞു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇരിക്കുകയല്ലേ സച്ചേട്ടാ. എന്റെ വീട്ടുകാരായാലും ഇവിടെ ഉള്ളവരായാലും വാശി നല്ലതിനല്ലല്ലോ. സച്ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ നിശ്ചയം നടക്കില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. താൻ ധൈര്യമായിരിക്കുന്നത് തന്റെ മുൻവിധികളെല്ലാം താൻ തന്നെ ശരിവെക്കുന്നുണ്ട്. എന്നാ എനിക്ക് താൻ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? അവനെ ഇനി വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയെന്നോ? ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയില്ലല്ലോ. എനിക്ക് സംശയം ആ അജയനെ. ആതിരെ കിട്ടാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്തതാണോന്നും അറിയില്ല. സംശയം മാത്രമായതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ. ഇനി അതാണ് സംഭവിച്ചതെങ്കിൽ സന്ദീപിന്റെ ജീവന് തന്നെ ചിലപ്പോ. അവസാനത്തെ ശ്രമം പോലെ ഞാൻ സൈബർ സെല്ലിൽ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. സന്ദീപിന്റെ അനഘയുടെയും നമ്പർ അയച്ചു കൊടുത്തു. ടവർ ലൊക്കേഷൻ കിട്ടിയ അത് വെച്ച് അന്വേഷിക്കാന്ന് കരുതി. എന്നിട്ട് 2 മൊബൈൽ നമ്പറും സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അതവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അത് വെച്ച് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന്. ഫോൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല. ഇവിടുന്ന് പോയതിന് ശേഷം ഓഫായി പോയതാവും. അതെവിടെ വെച്ചാണെന്നുള്ളത് അറിയണം. സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ടവറിന്റെ പരിധിയിലാണ്. അനഘയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും. സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ടവറിന്റെ പരിധിയിലാണ്. അനഘയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും.
അതൊന്നും എടുത്ത് കാര്യമാക്കി എടുക്കണ്ട. ഇതെല്ലാം പൊളിച്ചടുക്കി കയ്യിൽ തരുന്ന കാര്യം ഞാൻ ഏറ്റു. അവൾ എന്നോട് പറഞ്ഞത് ഏട്ടത്തെ അവളോട് എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്ന്. അതിനി എന്തായാലും എനിക്കറിയണ്ട. ഇതോടെ എല്ലാം തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ. ഈ വിവാഹത്തിന് വൃന്ദാവനം വീട്ടിലെ ആരും തടസ്സം പറയില്ല, ഞാനും പറയില്ല. എന്താ പോരെ? അർച്ചന ശരിക്കും എന്നോടുള്ള മത്സരം നിർത്തിയോ, അതോ നിർത്തിയെന്ന് അഭിനയിച്ച് എന്നെ ധരിപ്പിക്കുവാണോ? എന്തായാലും അവള് വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. രണ്ടിലൊന്നും അറിയണമല്ലോ. എന്തു പറ്റിയച്ചാ? നെഞ്ചിൽ വല്ലാത്തൊരു വേദന. ഇന്നലെ ഉറക്കത്തിലും ഇതുപോലെ ഉണ്ടായി. അച്ഛൻ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം. അതോ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. എനിക്കറിയാം എന്തുകൊണ്ടായി വേദനയെന്ന്. അത്രയ്ക്കും ഭാരം എടുത്തു വച്ചിരിക്കുന്നുണ്ടാ. മക്കളുടെ കാര്യം ഓർത്തിട്ട് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. ഉറക്കമില്ലാത്ത മനുഷ്യനോളം നിർഭാഗ്യവാൻ വേറെ ആരുമില്ല. അച്ഛൻ അതോർത്ത് വിഷമിക്കുന്നതിൽ ഒരു കാര്യമില്ല. സന്ദീപ് തിരിച്ചു വരും, അതുപോലെ തന്നെ അനഘയും. എനിക്കറിയാം സന്ദീപ് അനഘയും കൊണ്ടുപോയെന്നാണ് അച്ഛൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അച്ഛാ, സന്ദീപ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാനിപ്പോൾ അവനെ കണ്ടു തുടങ്ങിയിട്ട് 8 മാസത്തോളം ആയതേ ഉള്ളൂ. പക്ഷേ മറ്റാരേക്കാളും നന്നായി എനിക്ക് അവനെ അറിയാം. കമ്പനിയുടെ ഒരു ആവശ്യത്തിന് സച്ചേട്ടൻ അവനോട് ബാംഗ്ലൂർ വരെ പോകാൻ പറഞ്ഞിരുന്നതാ. അവനത് സമ്മതിക്കുകയും ചെയ്തു. ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിരുന്നു. അന്നാ ഇതെല്ലാം നടന്നത്. സച്ചിൻ പറഞ്ഞത് ഇതേ അഭിപ്രായം തന്നെയാ. ഈ സംഭവത്തെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ലെന്നുള്ളതാ സത്യം. സാഹചര്യങ്ങളെല്ലാം അവനെതിരായി നിൽക്കുന്നുകൊണ്ടാണ് നമുക്കൊന്നും തീർച്ചപ്പെടുത്താൻ പറ്റാത്തത്. നമ്മളറിയാതെ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ കാര്യമായി സ്വാധീനിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അതൊരിക്കലും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തെ തകർക്കുന്ന ഒന്നായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. മോളുടെ വിശ്വാസം ശരിയാണെങ്കിൽ സന്ദീപ് അറിയാതെ അനഘയുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുക. ഇരുവരും ഒരുമിച്ചാണ് ഈ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും. അതെല്ലാം മറിച്ചാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുടെ ആരംഭവും അതുതന്നെയാവും. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായച്ച. എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തോട്. സന്ദീപും അനഘയും ഒരുമിച്ചാവില്ല ഇവിടേക്ക് വരുന്നത്. പക്ഷേ സന്ദീപ് കാരണം പേരുദോഷം കേൾക്കുന്ന അനഘയ്ക്ക് സന്ദീപ് ഒരു ജീവിതം കൊടുക്കേണ്ടി വരികയും ചെയ്യും. എന്തെങ്കിലും കാരണം കൊണ്ട് അത് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളാവും ഉണ്ടാവുക. അതിപ്പോ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമല്ലേ. അവൻ എതിര് പറയുമെന്ന് എൻ്റെ പേടി. രണ്ടിലേതായാലും ഫലമൊന്നു തന്നെ. എല്ലാത്തിനോടും അവന് പൊരുത്തപ്പെടാൻ പറ്റിയാൽ മതി. നമ്മളിതൊക്കെ പറയുമ്പോഴും യഥാർത്ഥ സംഭവം എന്താന്നുള്ളത് അവ്യക്തമായ കാര്യമല്ലേ അച്ഛാ. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതുവരെ ഒരു വിവരമില്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. ഇനി എന്ത് നാണക്കേടെന്ന് പറഞ്ഞാലും സാരമില്ല. പുറത്തിറങ്ങുമ്പോഴുള്ള നാണക്കേടിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല. ഈ വീടിനകത്തെ സമാധാനമാണ് എനിക്കിപ്പോൾ വലുത്. എൻ്റെ മകനെ തിരിച്ചു കിട്ടുക, അനഘയെ തിരിച്ചു കിട്ടുക, അതാണ് വലുത്. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം. അവരൊന്ന് അന്വേഷിക്കട്ടെ.
മോള് വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ഊഹങ്ങളും മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങളും എല്ലാം ഇതോടങ്ങ് അവസാനിക്കട്ടെ. അച്ഛൻ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. അച്ഛൻ റെഡിയായി വന്നാൽ മതി, ഞാൻ പുറത്തുണ്ടാവും. എന്താണ് മുഖത്തൊരു കള്ളലക്ഷണം? എന്നെ ചവിട്ടി പുറത്താക്കാനായിട്ട് പുതിയ വല്ല പ്ലാനും ആലോചിക്കുവാണോ? അതിനെനിക്ക് ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇനി ഒന്നിനും ഞാൻ വരുന്നുമില്ല. ഒന്നുകിൽ നിനക്കെന്നെ പേടി, അല്ലെങ്കിൽ മറ്റെന്തോ നീ മുന്നിൽ കണ്ടിട്ടുണ്ട്. ആതിരയുടെ വിവാഹത്തിന് നീ സമ്മതിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരവസരം കിട്ടിയാൽ നീ അത് മുടക്കുന്ന എനിക്കറിയാം. നിന്റെ മനസ്സിലൊരു പതൊന്നും അല്ലെന്ന് എനിക്ക് തീർച്ചയാ. അതുകൊണ്ട് കൂടുതൽ നീ അങ്ങ് നന്നാവല്ലേ. ഈ വിവാഹ നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ. അവന്തിക്ക് ആരാണെന്നും എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ പറഞ്ഞതുപോലെ പേടിച്ചാ നീ പിന്മാറിയതെങ്കിൽ നിനക്കതിനുള്ള സമയമായിട്ടില്ല. അല്ല, മറ്റു വല്ല ഉദ്ദേശമാണെങ്കിൽ സ്വാഗതം. നീ എന്നോട് മത്സരിക്കുന്നതാ എനിക്കും ഇഷ്ടം. തോക്കും തോറും സ്വയം വളരുന്നുണ്ട് നീ. ഈ വിവാഹത്തോടെ നീ ഒരിക്കലും എണീക്കാത്ത രീതിയിൽ അടിച്ചിരുത്തും ഞാൻ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഈ വിവാഹ നിശ്ചയത്തോടെ പിന്നെ നിങ്ങൾ എഴുന്നേക്കില്ല. എന്തായാലും ആതിരെ അജയം വിവാഹം കഴിക്കട്ടെ. അപ്പൊ ഞാൻ സമ്മതിക്കാം അവന്തികയുടെ മിടുക്കിന്. നീ ഇപ്പൊ ഇത്ര സിമ്പിളായി പറഞ്ഞത് വലിയ വെല്ലുവിളിയാണെന്ന് എനിക്കറിയാം. സർവേശ്വരന് പോലും തടുക്കാൻ പറ്റാത്ത ബുദ്ധി ചില മനുഷ്യരെ കൊണ്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് തന്നെ നിന്റെ വെല്ലുവിളി അതേ അളവിൽ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അജയനെ ആതിരെ കൊണ്ട് കെട്ടിക്കും ഞാൻ. സന്ദീപിനെ അനഘയെ കൊണ്ടും. തടയാൻ പറ്റുമെങ്കിൽ തടേ. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മൊട്ടയടിച്ച് പുള്ളിയും കുത്തി ഞാൻ വന്ന് നിൽക്കും നിന്റെ മുമ്പിൽ. നീ ഉദ്ദേശിക്കുന്നത് അവന്തികെ, ഞാൻ നിന്നെ കാണാനിരിക്കായിരുന്നു. എന്താച്ചാ? സന്ദീപിനെ അനഘയും കാണാനില്ലെന്ന് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോവുക ഞാനും അർച്ചനയും. നീയും വാ കൂടെ. ഇനിയും അവർ സ്വയം തീരുമാനിച്ച് തിരികെ വരുമെന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്കും ചില അസ്വസ്ഥതകളുണ്ട്, മാനസികമായും ശാരീരികമായും. അതിന് അനഘ എന്നെ വിളിച്ചല്ലോ. നീ പറയുന്നത്? അതേച്ചാ, ആ സന്തോഷം പറയാനാ വന്നത് ഞാനിപ്പോ. എന്നിട്ട് എന്തു പറഞ്ഞു അനഘ?
അവര് രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു. ആ അച്ഛാ, അനക്കയുടെ മൊബൈലിൽ നിന്നല്ല അവള് വിളിച്ചത്, വേറെ ഏതോ നമ്പറിൽ നിന്നാ. അവര് സേഫ് ആണെന്നും ആരും ടെൻഷൻ ആവണ്ടെന്നും അവരുടനെ വരും എന്നും പറഞ്ഞു. ആ സന്ദീപ് എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ചിലപ്പോ നാണക്കേടുണ്ടാവും. അതാവും അച്ഛനെ അവൻ വിളിക്കാത്തത്. പിന്നെ അർച്ചനെ പ്രത്യേകം തിരക്കിന്ന് അനക്ക പറയാൻ പറഞ്ഞു. നമ്മുടെ ടെൻഷനും വിഷമവും ആ പിള്ളേർക്കില്ലച്ച. ഒരുമിച്ച് എന്റെ സന്തോഷമേ ഉള്ളൂ. എങ്കിൽ പിന്നെ കേസ് കൊടുക്കണ്ടെന്ന് വെക്കാം. എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. എനിക്കും